പക്ഷെ അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു വഞ്ചകയാകാൻ എനിക്ക് പറ്റില്ല. എന്നാണെങ്കിലും ഈ സത്യം പുറത്തു വരണം. മറ്റാരെങ്കിലും പറഞ്ഞ് കൈലാഷ് സാർ അറിയുന്നതിലും നല്ലത് ഞാനായിട്ട് തന്നെ പറയുന്നതാ. പാറു, ഇന്നലെ പ്രിയ നിന്നോട് അങ്ങോട്ട് പോവരുതെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതല്ലേ? എന്നിട്ട് നീ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയാ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഞങ്ങള് പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കണമെങ്കിൽ ആരെയും പേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ ഇവിടെ മുക്ത കാണുമോ, കമ്പനിയിൽ കൈലാഷ് സാർ കാണുമോ എന്നൊക്കെ പേടിച്ച ഞങ്ങൾ കഴിയുന്നത്. പ്രണയം ഒരിക്കലും ഒരാളുടെ ബലഹീനതയാവരുത്. സത്യസന്ധമായ പ്രണയം മനസ്സിന് ധൈര്യം തരും. എനിക്ക് വേണ്ടത് ആ ധൈര്യമാണ്. ഞാനിതെല്ലാം എന്തിനാ ചെയ്യുന്നതെന്ന് പ്രിയൻചേട്ടന് മനസ്സിലാവും. ഇനിയും നിന്നെ തടയാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. നീ കരുതുന്നത് പോലെ കൈലാഷ് സാറ് സത്യമെല്ലാം അറിഞ്ഞ് പ്രശ്നം രമ്യമായി തീരുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാ. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ. പക്ഷെ നീ ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇത് നിന്നെ മാത്രമല്ല, പ്രിയനെയും ബാധിക്കുന്ന വിഷയമാ. ഇനിയൊന്നും ആലോചിക്കാനില്ല. ഞാൻ ഈ ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാ. പ്രിയൻചേട്ടന് എന്നോട് ദേഷ്യം തോന്നിയാലും സാരമില്ല. അവരെ വിളിക്കുന്നേ. പറയാം മാഡം. ഞാൻ പറഞ്ഞ പെണ്ണ് ഒരു ഓട്ടോയിൽ അതുവഴി വരുന്നുണ്ട്. അവളുടെയും അവള് വരുന്ന ഓട്ടോയുടെയും ഫോട്ടോസ് ഞാൻ തനിക്ക് അയച്ചിട്ടുണ്ട്. അവൾ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാ പോവേണ്ടത്. ജിയോ ഗെറർ, അവളുടെ കൈയും കാലും തല്ലി ഓടിച്ചതിന് ശേഷം മാഡത്തിനെ ഞങ്ങൾ വിളിക്കാം. ഓക്കെ. അവള് വരുന്നുണ്ട്. ഇതാ ആ പെണ്ണ്. ഈ ഓട്ടോയിലാണ് അവള് വരുന്നത്. ഓക്കെ അല്ലേ? ഹലോ ആന്റി. നീ എങ്ങനെയെങ്കിലും പാർവതി ഇങ്ങോട്ട് വരുന്ന തടയണം. കൈലാഷ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങാനും അവൾ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്താ ഈ കുടുംബത്തിന്റെ മാനം അതോടുകൂടി പോകും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല ആന്റി. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പാർവതി ഹോസ്റ്റലിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൾ അവിടെ എത്തില്ല. കമ്പനിയിൽ മത്സരം നടന്നപ്പോ തന്നെ ഞാനിത് ചെയ്യണമായിരുന്നു. അവളുടെ കയ്യും കാലും തല്ലി ഒടിച്ചിരുന്നെങ്കിൽ അവള് കമ്പനിയിൽ ഇത്രയും വലിയ പെർഫോമൻസ് നടത്തില്ലായിരുന്നു. ഇത്തവണ എന്തായാലും അവൾ കെട്ടിന്റെ പണി കൊടുക്കുഞ്ഞ. കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഇപ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ആന്റി. നല്ല പക്ക ഗുണ്ടകളെയാ ഞാൻ കാര്യം ഏൽപ്പിച്ചിട്ടുള്ള. അതെ, പിന്നെ ഒരു കാരണവശാലും നീയോ ഞാനോ ആണ് ഇതിന്റെ പുറകിലെന്ന് പുറത്തു വരരുത്. കൈലാഷെങ്ങാനും ഇതറിഞ്ഞാ പിന്നെ എന്നോട് ചിലപ്പോ ക്ഷമിച്ചെന്ന് വരും. പക്ഷെ നിന്നെ കമ്പനിന്നും അവന്റെ ജീവിതത്തിൽ നിന്നും എന്തായാലും പുറത്താക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല ആന്റി. ഞാൻ പണി ഏൽപ്പിച്ചവരത് നല്ല കൃത്യമായിട്ട് ചെയ്തോളൂ. ശരി, ഞാൻ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് ഇറങ്ങാൻ പോവാ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ ആന്റി. ശരി. പിറന്നാളായിട്ട് നീ എനിക്ക് സർപ്രൈസ് തരാൻ ഇരുന്നല്ലേ മോനെ? നിനക്ക് സർപ്രൈസ് തരാൻ പോകുന്നത്
ഈ മമ്മിയാ. നിന്റെ ജീവിതത്തിൽ അട്ടയെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പാർവതിയെ ഈ ചടങ്ങിൽ നിന്നും ഞാനങ്ങ് ഒഴിവാക്കുക.